ഫ്രണ്ട്സ്, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നുള്ളത് മഞ്ചേരി കാലിച്ചന്തയിലാണ്. കുറേ ദിവസങ്ങളായിട്ട് ചന്തൻ്റെ വീഡിയോ ചെയ്യാറില്ല. അപ്പോൾ ഇന്നിങ്ങനെ ചന്തയിലേക്ക് വന്നതാണ്. തിരക്കുണ്ട്, ചന്തയിൽ നല്ല തിരക്ക് തന്നെയാണ്. ചന്തയിൽ വീഡിയോ എടുക്കാൻ അലൗഡ് ഇല്ല. പോയി നോക്കട്ടെ ഇനി എന്താ അവസ്ഥ എന്നറിയില്ല. ചിലപ്പോൾ അവർ എടുക്കാനായിട്ടില്ല, വീഡിയോ എടുക്കാനായിട്ടില്ല. മഞ്ചേരി മാത്രമേ ഉള്ളൂ പ്രശ്നം. ഒന്നവിടെ എത്തിയപ്പോൾ തന്നെ ഒരുപാട് നേരം വഴിയിക്കണം. ഒരുപാടൊക്കെ ഉണ്ടാവും, വണ്ടികളൊക്കെ കന്നാളെ കൊണ്ട് പോലെ തുടങ്ങിക്കണം. ഞാനിപ്പോൾ എത്തുന്ന സമയം തന്നെ 11 മണിയാക്കണം. നേരം വഴുകി. ഏതെല്ലാം അറിയാം, കാരണം പെരുന്നാളിന് അടുപ്പിച്ചിട്ടുള്ള കച്ചവടക്കാരാണ്, മീറ്റ് കച്ചവടക്കാരാണ് കൂടുതലുള്ളത്. ഇതെല്ലാം ഉള്ളിൽ കയറി വെക്കും. ചന്തയിൽ പല കച്ചവടമുണ്ട്. കച്ചവടം അന്നേരം കുറവാണ്, ഒരുപാട് കുറവ്, വണ്ടിക്ക് ഒരുപാട് കുറവാണ്. അങ്ങനെ നമ്മൾ ചന്തൻ്റെ ഉള്ളിലേക്ക് കയറി. ഒരുപാട് കാര്യങ്ങൾ കുറവാണ്. ഇവിടേക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. ഒന്നാമത് സമയം വൈകിയത് കൊണ്ടോന്നും അറിയില്ല, കാര്യങ്ങൾ കുറവ് തന്നെയാണ്. പക്ഷേ ചന്തയ്ക്ക് വില കൂടുതലാണ് കേട്ടോ, നല്ല വിലയാണ്. കാരണം ഈ ആളുകളൊക്കെ പറയുന്നുണ്ട് വില കൂടുതൽ. വണ്ടി ഒന്നാമത് ഈ പെരുന്നാളിൻ്റെ മുന്നോടിയായിട്ടുള്ള വില ഉണ്ടാവില്ല. വളർത്ത് പശുക്കൾക്ക് അങ്ങനത്തെ വളരെ വില കുറവാണ്. മീറ്റ് ആവശ്യങ്ങൾക്ക് പോകുന്ന കാളകൾ, പോത്തുകൾ, മൂരികൾ, അവർക്കൊക്കെയാണ് വില കൂടുതൽ. അതുകൊണ്ടല്ലേ അതൊക്കെ കയറ്റാൻ വേണ്ടി നിൽക്കുകയാണ്, പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കച്ചവടം കഴിഞ്ഞതാണ്. അതാക്കുന്നത് 2 പൈക്കുട്ടികളാണ്, അത് ആയിട്ടില്ല, ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഒന്ന് വാങ്ങിയിട്ട് വരികയാണ്. പിന്നെ ചന്തയിൽ ആളുകൾ വളരെയധികം കുറവ്. കച്ചവടക്കാരുണ്ട്, പക്ഷെ വാങ്ങാൻ വരുന്ന ആളുകൾ കുറവാണ്. വളർത്താൻ പറ്റും പക്ഷേ അടിപൊളി രച്ചപ്പ്. വരുന്ന വെയിറ്റ് ഉണ്ടാവും, മേലെ ഉണ്ടാവില്ല, കുറവുണ്ടാവില്ല. സമയത്തൊക്കെ ഇവിടെ ഒരുപാട് പിന്നെ പോത്തുകളാണ് കേട്ടോ, പോത്തുകളുണ്ട്, പെരുമ കുട്ടികളുണ്ട്. കുറവാണ്. അറിവിന് കാര്യമായിട്ടൊന്ന് ചന്തയിലുള്ളത് 60 ആളുകൾ, 60 എരുമകൾ, പോത്തുകൾ, ചെറിയ പോത്തും കുട്ടികൾ. വളർത്ത് കുട്ടികളൊക്കെ വളരെയധികം കുറവാണ്. അത് ടൈം വഴിയില്ല. ഞാനൊരു 11 മണി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ കയറ്റാണ്, നേരത്തെ തുറന്നുണ്ട്. ഇപ്പോൾ നോമ്പുകാരായതുകൊണ്ട് നേരത്തെ തുറന്നില്ല, നേരത്തെ സമയത്ത് കയറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ വണ്ടിയിലേക്ക് കയറ്റിയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വണ്ടികളാണ്. അല്ലെങ്കിൽ അങ്ങനെ കിട്ടും, ഓരോന്നിനെ അങ്ങനെ കയറ്റി ഉള്ളത് കയറ്റി കിട്ടും. അത് ഒരു കമ്പനി തന്നെ 10-20 കിട്ടും. അങ്ങനെ കൊണ്ടുപോകും. നല്ല പോത്തേക്ക് വളർത്താൻ പറ്റും. പോത്തുണ്ട്. അത് ഞാൻ വില ചോദിച്ചു. ഒന്നിന് 45,000, ഒന്നിന് 60,000, 55,000, 3 വാങ്ങാൻ വരുന്ന ആളുകൾ കുറവായതുകൊണ്ട് ആവശ്യക്കാർ കുറവാണ്. കച്ചവടക്കാരാണ് ഇങ്ങനെ കാര്യത്തിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നിൽക്കുന്ന ഈ വണ്ടി നിൽക്കുന്ന ഭാഗത്തൊക്കെ ഒരുപാട് കണ്ണുകൾ ഉണ്ടാവാറുണ്ട്. ആഴ്ചയിലൊന്നുമില്ല. അടുത്ത ആഴ്ച എല്ലാവരും മാറി ചൂടാകും, ചന്ത ഉണ്ടാവുക, വില കൂടും. അപ്പോൾ അതുകൊണ്ട് ഫോണൊക്കെ കളിച്ചിരിക്കുക കാക്ക. കച്ചവടത്തിന് ഇറങ്ങാൻ പോകണം. ഇതിനൊരു കച്ചവടം ഉണ്ടായിരുന്നു, ആ കച്ചവടം നമുക്ക് കാണാം. ആ കച്ചവടം ഭയങ്കര രസമുള്ളൊരു കച്ചവടമായിരുന്നു. നമ്മളെ ഈ കാക്കേനെ വലിച്ച് അയച്ച് കൊണ്ടുപോകുന്നുണ്ട് പാട്ടിൻ്റെ അടുത്തേക്ക്. ഇയാൾക്ക്
കൊടുക്കണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ വില പറയാത്തതുകൊണ്ട് വില കുറവാണ്. ഇയാൾ തന്നെ 3 കന്ന് വേറെ അങ്ങോട്ടും വില കൂടുതൽ പൈസ വലിയായിരിക്കും. ഭയങ്കര വലിയ രസമാണ് കാണാൻ. ഈ ചന്തയിൽ വരുന്ന കച്ചവടക്കാരും അവരുടെ കച്ചവടങ്ങളും ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. നല്ല രസമുള്ള കാഴ്ചയാണ്, ശരിക്കാനുള്ള കാഴ്ച. കാരണം ഇവിടെയൊക്കെ പറഞ്ഞാൽ ഓരോ കോഡുകളാണ് കച്ചവടത്തിൽ. ആ കോഡുകൾ നമ്മൾ പഠിച്ചിട്ടില്ല, അവർ നമ്മൾ മുന്നാണ് അത് പറയുന്നത്. നല്ല രസമുള്ള കോഡുകളാണ്. തിരുവോന്നും തിരുവല്ലാത്തതിന് തിരിയില്ല, അല്ലാത്ത നടത്തുന്നില്ല. ബ്രോക്കർ പറഞ്ഞാൽ നല്ല അടിപൊളി ബ്രോക്കറാണ്. കാരണം നമ്മളെങ്ങനെ ഈ കച്ചവടമായി കിട്ടിയാൽ നോക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തിരിച്ചിട്ടും മറിച്ചിട്ടും കൊടുക്കലും ടയർ വാങ്ങലും ഒക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ വെയിൽ ചൂടായപ്പോൾ എല്ലാവരും ചന്തയിൽ നിന്ന് കയറിയാണ്ട് എല്ലാവരും വണ്ടിൻ്റെ അടുത്തൊക്കെ പോവുകയാണ്. ഈ നാട്ടൊക്കെ പോട്ടെയാണ് പോവുകയാണ്. അപ്പോൾ നോമ്പ് തലയിൽ കയറി നിൽക്കല്ലേ, നല്ല ചൂടാണല്ലോ, നല്ല ചൂടല്ലേ ഇപ്പോൾ. അറുപത് കന്നുകൾ കുറവാണ്, അല്ല വളർത്ത് കന്നുകൾ കുറവാണ്. പശുക്കളൊക്കെ അപ്പം അതിന് കൊടുത്തിട്ടോ, ആഴ്ചത്തിന് കൊടുത്തു പറയാം. ഇപ്പോൾ കൊണ്ടേ കണ്ട് 2 മാസമൊക്കെ വളർത്താൻ വരുന്ന പോത്തുകുട്ടികളൊക്കെ ഉണ്ട്. നമുക്ക് അവർക്ക് വലിയ കൊടുക്കാൻ പറ്റിയ പോത്തുകുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ നല്ല വില വരുന്നുണ്ട്. ഇപ്പോൾ 40, 45, 35 ആ ലെവലിലൊക്കെ വരുന്നത്. ചെറിയൊരു 100, 90, 80 കിലോ വെയിറ്റിലാണ് 35, 40 രൂപ വില വരുന്നുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. അപ്പോൾ ഈ ചാനലുകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ. കണ്ടില്ലേ, നമ്മളീ കന്നുകളാണ്, ഇത്രയും കന്നുകളാണ് കൂടുതലുള്ളത്. മറ്റേ ഈ മരത്തിൻ്റെ ചോട്ടിൽ നല്ല നാരകളാണ് പറഞ്ഞില്ല. കച്ചവടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഒന്നുകൂട്ട് ലെവലായി കിട്ടണ്ട. അവിടെ ഒരു കച്ചവടം നടന്നിട്ടുണ്ട്, അതിൻ്റെ പൈസ തന്നെ കൊടുക്കുന്നു. ഇത് രസപാര രസപര കോഡ് ഭാഷകളാണ്. ബ്രോക്കർമാരെ കോഡ് ഭാഷകൾ കേൾക്കാൻ ഭയങ്കര രസമാണ്. ഇത് പഠിക്കാൻ നമ്മൾ ഒരുപാട് ശ്രമിച്ചെങ്കിലും നമുക്കത് മനസ്സിലാവുന്നില്ല. കന്നഡയാണ് പറയാം, കന്നഡയിലൊക്കെയാണ് ആ വാക്ക്. കൊടുത്തരാം. ആ ചെറിയ കൊടുക്കാൻ കാണുന്നുണ്ടാവും. ഒന്ന് പറയണ കേട്ടു ഈ പറയണ കേട്ടു.